കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നമ്മുടെ ആകുലതകളെ, ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി സംഭവിച്ച ചില കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ആ പ്രശ്നങ്ങളെ സമർപ്പിക്കുക. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളെയും നഷ്ടങ്ങളെയും ദൈവം എടുത്തു മാറ്റും. അവിടുത്തെ പ്രത്യേക സംരക്ഷണം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിനെതിരെയുള്ള ദുഷ്ടാത്മാക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് പൂർണ്ണമായി നിങ്ങളെ മോചിപ്പിക്കട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും നേരെ ഉള്ള ശത്രുവിൻ്റെ എല്ലാ ആക്രമണങ്ങളും, മറഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ ദുഷ്ടപ്രവർത്തനങ്ങളെയും ഈ രാത്രിയിൽ കർത്താവ് വെളിച്ചത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് എല്ലാ മേഖലയിലും അവിടുന്ന് സംരക്ഷണം ഏർപ്പെടുത്തും. വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ എല്ലാ ദുഃഖവും വേദനയും രോഗാവസ്ഥയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 41:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നോട് കൃപ തോന്നണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങേക്കെതിരെ ഞാൻ പാപം ചെയ്തു പോയ നിമിഷത്തെ പ്രതി ഞാൻ ഖേദിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ദൈവമേ നിനക്കെതിരെ പാപം ചെയ്ത അനവധി അവസരങ്ങളുണ്ട്. ഞങ്ങളോട് ഈ രാത്രിയിൽ ക്ഷമിക്കണമേ. അറിഞ്ഞും അറിയാതെയും ദൈവമേ തിരുമുൻപിൽ ചെയ്തു പോയ പിഴവുകളെ, ബലഹീനതകളെ, പാപത്തെ ഈ രാത്രിയിൽ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്നത്തെ ദിവസം ശത്രുകരങ്ങളിൽ നിന്ന്, ദുഷ്ടാരൂപികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഇന്ന് നീ ഞങ്ങളെ സംരക്ഷിച്ചു. കർത്താവേ, ഇന്ന് നീ എന്നെ താങ്ങി നടത്തി. ഞാൻ വീണു, എന്നാലും നീ ഒരു പോറൽ പോലും വരാതെ വലിയ അപകടത്തിൽ നിന്ന് ഇന്ന് നീ എന്നെ രക്ഷിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ പാദങ്ങളുടെ ചലനം പോലും എത്രയധികമായി നീ എന്നെ സൂക്ഷിക്കുന്നു. ദൈവമേ, ഓരോ രാവും പകലും നീ എന്നെ കാത്തു സൂക്ഷിക്കുന്നു. നിൻ്റെ അനന്തമായ സ്നേഹത്താൽ എന്നെ ഒരു പോറൽ പോലും വരാതെ നീ നോക്കുന്നതിനെ ഓർത്ത് അത്രമാത്രം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവേ, മക്കൾ പിതാവിനോട് കാര്യങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ പിതാവ് അറിഞ്ഞ് സ്നേഹിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് പോലെ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരുന്നാൽ മാത്രം മതി. നീ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ ഓരോന്നും നിൻ്റെ അനന്തമായ സാന്നിധ്യവും സ്നേഹവും എത്ര അപകടങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിച്ചു എന്നോർക്കുമ്പോൾ ദൈവമേ നിനക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ ഒരു കാര്യത്തിലും ഇനി ഭയപ്പെടുകയോ ആകുലപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. എന്തെന്നാൽ ഞങ്ങൾ ദൈവസന്നിധിയിലാകുക എന്നത് മാത്രം മതി. അതിനാൽ തന്നെ നീ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവാണ്, ഞങ്ങളെ കരുതുന്നവനാണ്. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ വസിക്കുക എന്നതാണ് മക്കളായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. കർത്താവെ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കാൻ കൊതിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം വിശാലമാക്കി നൈർമല്യതയുള്ളതാക്കി ഈ രാത്രിയിൽ നിന്നോട് കൂടെ വസിക്കാൻ
കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും നീ ഞങ്ങളെ തള്ളിക്കളയുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഞങ്ങളാണ് നിന്നെ തള്ളി മാറ്റുന്നത്. എൻ്റെ ദൈവമേ, എന്നാലും നീ എത്രയധികം ഞങ്ങളെ സ്നേഹിച്ചു, കരുതി. ഈ അവസ്ഥയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. മക്കൾ പിതാവിനോടെന്ന പോലെ, സ്നേഹമുള്ള പിതാവിനോടെന്ന പോലെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും സൗഖ്യവും വിടുതലും രക്ഷയും നൽകി, സന്തോഷവും സമാധാനവും നൽകി. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ വലതുകരം ഞങ്ങളുടെ മേൽ വെച്ച് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സൗഖ്യം നൽകി, ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യം നൽകി. അതിരാവിലെ നിന്റെ കാരുണ്യം ദർശിക്കുവാൻ ഞങ്ങളെ വീണ്ടും ആയുസ്സും ആരോഗ്യവും നൽകി വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നീ കാത്തുകൊള്ളണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷത്തെ അവിടുന്ന് അറിഞ്ഞ് അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. നിനക്ക് എല്ലാ മേഖലയിലും സൗഖ്യം നൽകി, മനസ്സിനും ശരീരത്തിനും അന്തരാത്മാവിനും സൗഖ്യം നൽകി, ആരോഗ്യകരമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.